ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വലിയ വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ മഴ നമ്മളെ സംബന്ധിച്ചില്ല. അതാണ് ചെറിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ പോയിരിക്കുന്നത് പാമ്പാടിയിലെ ലാക്കാട്ടർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പോൾ അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. ഇവിടുത്തെ വലിയ തോടാണ്. ഞങ്ങൾ പണ്ട് ഇവിടെ വന്നാണ് കുടിച്ചുകൊണ്ട് നമ്മുടെ വീടിൻ്റെ നമ്മൾ താമസിച്ചെടുത്ത് വെള്ളമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നടന്ന് 1 കിലോമീറ്ററുണ്ട് നടന്ന് ഇവിടെ വന്നിട്ടാണ് ഈ തോട്ടിൽ അലക്കും കുളിയൊക്കെ കഴിഞ്ഞിട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെല്ലാം ഒരുപാട് മാറ്റമായി. വർഷങ്ങൾക്ക് ശേഷം ഞാനിവിടെ വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ചു. പഴയ കുറവാണ്. വെള്ളം ഇപ്പോൾ കുറച്ചേ ഉള്ളൂ. വലിയ മഴയാകുമ്പോൾ ഇത് നിറഞ്ഞൊഴുകും. വെള്ളം പറ്റുന്ന സമയത്ത് ഇതിൽ ചെറിയ കുഴികൾ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് വെള്ളം കോരിയൊക്കെ എടുത്തുകൊണ്ട് പോകുമായിരുന്നു. അന്നൊന്നും പൈപ്പ് ലൈനൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ എല്ലാ വീടുകളിലും പൈപ്പ് ലൈനും വെള്ളമൊക്കെ ആയി വന്നത്. അന്ന് അവിടെ ഒന്നും പൈപ്പുകളൊന്നുമില്ല, വെള്ളമൊക്കെ കുറവ്. അപ്പോൾ നടന്ന് ഇവിടെ വരും എല്ലാവരും. ഇത് ഞാൻ പഠിച്ച നേഴ്സറി. അന്നതുപോലെ അന്ന് ചെറിയൊരു ഒരു ഓടിട്ട ചെറിയൊരു ഷെഡായിരുന്നു. ഇന്നിപ്പോൾ പുതിയ ബിൽഡിംഗ് എല്ലാം പണിത്. ഇത് ഞങ്ങളുടെ ഞാൻ പഠിച്ച സ്കൂളിലോട്ട് പോകുന്ന വഴിയാണ്. നല്ല അടിപൊളി വഴിയല്ലേ. ഇവിടുത്തെ റോഡുകളെല്ലാം സൂപ്പറാണ്. അങ്ങോട്ട് പോകുന്നിടത്തെല്ലാം നല്ല ജാതിത്തോട്ടമുണ്ട്. സ്കൂൾ വിട്ടതിലെല്ലാം വരും ജാതിക്ക പറിക്കാനും ഇതിലേ വന്നിരുന്നു. ഇത് വഴി നിന്ന് തരുന്ന മഞ്ഞാമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ പള്ളിയും സ്കൂളും അതാണ് സ്കൂൾ. ഞാൻ പഠിച്ച സ്കൂൾ മഞ്ഞാമറ്റം, അങ്ങനെയാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നമുക്ക് പള്ളി ഒന്ന് കണ്ടുപോകാം. പള്ളിയുടെ പരിസരത്തെല്ലാം ജാതിമരമാണ്. ചെറിയ ഒരു പള്ളിയാണ്. ഈ വഴിയിൽ കൂടിയാണ് ചിലപ്പോൾ നടന്ന് വീട്ടിൽ പോയിക്കൊണ്ടിരുന്നത്. കുറേ ദൂരമാണ് നടക്കാൻ. ഇന്ന് വൈകുന്നേരങ്ങളിൽ ഇതിലെയാണ് നടന്ന് വീട്ടിൽ പോയിക്കൊണ്ടിരുന്നത്. ഇനി പള്ളി ഒന്ന് കാണാം നമുക്ക്. വളരെ ചെറിയ പള്ളിയാണ്. അന്ന് ഈ പള്ളിമുറ്റത്ത് കാണുന്ന ഈ മാതാവിൻ്റെ രൂപം കണ്ടോ? അതിൻ്റെ താഴെ ചെറിയൊരു കുളം ഉണ്ടായിരുന്നു. കുളം ഇപ്പോഴുണ്ട്. അതിൻ്റെ സൈഡിൽ കെട്ടൊന്നും ഒന്നുമില്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും പണിയുടെ പണിതാണ് ആ കെട്ടൊക്കെ. അതിനകത്ത് ആമ്പലുണ്ടായിരുന്നു, ആമയുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ വന്ന് നോക്കുമായിരുന്നു. ഇതിനെ മീനുണ്ടായിരുന്നു, ആമയുണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഇതെല്ലാം ജാതി മരമാണ്. ഇതെല്ലാം നമ്മൾ സ്കൂളിലോട്ട് പോകും. ഞായറാഴ്ച ദിവസമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. സൈഡ് മറയൊന്നും ഇല്ലാത്ത കാരണം നനഞ്ഞു പോയി. ഇതാണ് നമ്മുടെ സ്കൂൾ. മഴ തുറന്ന് നമ്മൾ സ്കൂളിൻ്റെ ഇവിടേക്ക് വന്നു. ഇത് വീഡിയോ എടുത്ത ഞായറാഴ്ചയുണ്ട്. അകത്തൊന്നും കയറി എടുക്കാൻ പറ്റിയില്ല. ഇതാ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ഒരു ഓർമ്മ. ഈ ഗേറ്റിൻ്റെ വാതിക്കൽ നാരങ്ങ, ഓറഞ്ച്, നെല്ലിക്കയൊക്കെ കച്ചവടത്തിന് ആൾക്കാരുണ്ടായിരുന്നു. പണ്ട് 1 രൂപയൊക്കെ ഉള്ളായിരുന്നു ഓറഞ്ചിന്. അതൊക്കെ ഓർമ്മ ഇപ്പോഴും. ഈ സ്കൂളിൽ കഞ്ഞി വെച്ചുകൊണ്ടിരുന്നത് എൻ്റെ അമ്മയുടെ അനിയത്തിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് കഞ്ഞിക്കൊരു പഞ്ഞമില്ല. എല്ലാവരെക്കാളും കൂടുതൽ കഞ്ഞി എനിക്ക് കിട്ടുമായിരുന്നു. അതിൻ്റെ ഒരു ഓർമ്മ ഇപ്പോഴുണ്ട്. പാവം മരിച്ചുപോയി. ഇതാണ് എൻ്റെ സ്കൂളും പരിസരമൊക്കെ. അകത്ത് കയറി വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ സാധിച്ചില്ല. ഇതൊക്കെ ഒരു ഓർമ്മ. ടീച്ചർമാരെയൊക്കെ ഓർക്കുന്നു. ഒരു ആൺ ടീച്ചറുണ്ടായിരുന്നു എന്നെ പഠിപ്പിച്ചിരുന്നു. ഇതൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നു. അതൊക്കെ മഴ പോയപ്പോൾ നമ്മൾ ഈ പാടത്തിറങ്ങി ഇവിടുത്തെ വീഡിയോ എടുത്ത്. ശരിക്കും നല്ല ഭംഗിയില്ല ഇവിടെ കാണാൻ. ഇതാണ് ഞാൻ പറഞ്ഞ വെയിറ്റിംഗ് ഷെഡ്. കണ്ട, വെറുതെ മഴയത്ത് കയറുന്ന എല്ലായിടും 4 സൈഡും തുറന്നു. എങ്ങനെ എന്നാലും നനയും. അത്ര ഹൈറ്റും. പിന്നെ വെറുതെ പൈസ ചിലവാക്കാൻ വെറുതെ പണിതിട്ടേക്കുന്നു മാത്രം പറയാം. ഇവരുടെ വിചാരം വെയിൽ കൊള്ളാൻ വേണ്ടി മാത്രമാണ് വെയിറ്റിംഗ് ഷെഡ്. കണ്ട.